ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ദിസ് ഇസ് അഭിലാഷ് വൃന്ദാവൻ അഗെയിൻ ഫ്രം NRI ട്രേഡർ അക്കാഡമി. തീർച്ചയായിട്ടും ഇപ്പോൾ ഗവൺമെൻറ് ടാക്സൊക്കെ കൂട്ടി എല്ലാവരും നല്ല ടെൻഷനിലാണ്. കാരണം നമ്മുടെ അടുത്ത് ഇനിയിപ്പോൾ പിടിച്ച് പറിച്ച് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്. അപ്പം ഇതിന് നമുക്ക് എന്താണ് വേ ഫോർവേഡ് ഇൻ ടേംസ് ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ്, എന്താണ് ഇതിൻ്റെ വേ ഫോർവേഡ്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ കുറച്ച് മാറ്റണമെന്ന് എനിക്ക് തോന്നി. അപ്പം അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ ചെയ്തിട്ട് അതിന് കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനിയുള്ളൊരു വേ ഫോർവേഡ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് തന്നെയാണ്. വേറൊരു വഴി നമ്മുടെ മുമ്പിൽ ഇല്ല. ഓക്കെ, ആസ് പെർ ദ കറണ്ട് സിനാരിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മൊത്തം നമുക്ക് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്താണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, ഇത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെയോ ഓപ്ഷൻസിൻ്റെയോ യാതൊരു കാര്യം നമ്മൾ സംസാരിക്കാറില്ല. ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് ഇക്വിറ്റിയിൽ മാത്രമാണ്. അതിൽ തന്നെ ബിസിനസ്, ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, ഇത് മൂന്നിനെയും നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ സെഷനിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു 10-15 മിനിറ്റ് എന്താണ് ഇതിൻ്റെ ബേസിക്സ്, ഏതൊക്കെ സെക്ടറാണ് ഇനി മുമ്പോട്ട് പോകാനുള്ളത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതൊരു ബിസിനസ് മോഡൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ബജറ്റ് 2024 കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ഇതുവരെ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം യൂട്യൂബിൽ മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി, ബജറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രേഡിങ്ങിനെ പ്ലാൻ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗ്രൂപ്പ് നിങ്ങൾ രണ്ടാമത് തുടങ്ങാൻ പറഞ്ഞിരുന്നു. ആ ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ടെലഗ്രാമിൽ. ഞാൻ ആദ്യം ഡീആക്ടിവേറ്റ് ചെയ്ത ഗ്രൂപ്പാണത്. ഇപ്പോൾ രണ്ടാമത് തുടങ്ങി, നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് തന്നെ. അപ്പം അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക. എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല അവിടെ, എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ ആദ്യമായി ജോയിൻ ചെയ്ത ആൾക്കാർ നിങ്ങൾക്കറിയാം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമേ ഞാൻ അയക്കാറുള്ളൂ. പിന്നെ എൻ്റെ പേഴ്സണൽ ട്രേഡുകൾ ഞാൻ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമതായിട്ട് നമ്മുടെ ഫാമിലി 10K ആയി. സോ ഒരുപാട് മനസ്സുകൊണ്ട് ഞാൻ താങ്ക് യു പറയുകയാണ് നിങ്ങളെല്ലാവരോടും. കാരണം നിങ്ങളുടെ ഓരോ ഷെയറും, നിങ്ങളുടെ ഓരോ ലൈക്കുകളും, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ ഒരുപാട് എനിക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ അതേപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതേപോലെ ഇപ്പോഴും തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം ഞാൻ ഡാറ്റ പരിശോധിച്ചപ്പോൾ ഏകദേശം 37-38% ആൾക്കാർ മാത്രമേ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് മറക്കാതെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസ് അതിൻ്റെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയത്തിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ബജറ്റിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം. അപ്പോൾ അതിനകത്ത് എന്താ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു ബജറ്റിനെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്, ഇതൊരു കുർസി ബച്ചാവോ ബജറ്റാണെന്നാണ് പറഞ്ഞത്. കാരണം കുർസി ബച്ചാവോ ബജറ്റ് എന്ന് പറഞ്ഞാൽ കസേര സംരക്ഷിക്കാനുള്ളൊരു ബജറ്റ്, അതാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. സത്യമാണെന്ന് ഞാനും അദ്ദേഹത്തിനോട് യോജിക്കുന്നു. ഞാനിങ്ങനെ ഒരു പാർട്ടീനെയും പൊക്കിയോ താത്തിയോ പറയാത്ത ഒരാളാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ബജറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദിസ് ഈസ് ടു മച്ച് മാഡം. ഓക്കെ, ഞാൻ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ടാക്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയ്ക്കും കൂടുതലാണ്. എസ്പെഷ്യലി നമ്മുടെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പിടിച്ചു പറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ടാക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എവിടെ പോയി എത്തുന്നൊരു പിടുത്തമില്ല. സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 20% ആക്കി കഴിഞ്ഞു അല്ലേ. നിങ്ങളൊരു ട്രേഡ് എടുത്ത് അടുത്ത ദിവസമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിലും അത് ഷോർട്ട് ടേമിൽ വരും. അപ്പോൾ 20% ഇതിപ്പോൾ കൊടുക്കേണ്ടത് നമ്മൾ. അതേപോലെ തന്നെ നിങ്ങൾ LTCG നോക്കിക്കഴിഞ്ഞാൽ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ 12.5% ആക്കി, 10% നിന്ന് 12.5% ആക്കി കൂട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് 0 ആയിരുന്നു ഒരു സമയത്ത്. 2018 ആ ഒരു വർഷങ്ങളിൽ 0 ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് 10% ആക്കി, പിന്നെ 12.5% ആക്കി ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ബാഡ്, ഐ വുഡ് സേ. ഓക്കെ, ഇതുപോലത്തെ ഒരു വലിയ ക്രാഷ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലെ ക്രാഷ് ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി സാറിൻ്റെ ഡിസിഷൻ ആയിരുന്നു 2018 പിന്നെ ഈ ടാക്സ് കൊണ്ടുവരിക എന്നുള്ളത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത് അല്ലേ. അതിന് മുമ്പ് 0 ആയിരുന്നു. അപ്പം ആ ഒരു ന്യൂസ് വന്നു. ആ ഒരു ന്യൂസല്ല, ശരിക്കും അത് പ്രാവർത്തികമായി ആ ന്യൂസ് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ ഇതാണിപ്പോൾ 2018 പിന്നെ ഇവിടെയാണ് ന്യൂസ് വരുന്നത്. ഫെബ്രുവരി 2018 ന്യൂസ് വന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു. അത് കഴിഞ്ഞ് ഏകദേശം 2-3 വർഷത്തോളം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ, ഒരേ ലെവൽ ഇങ്ങനെ നിന്നു.
അപ്പോൾ ആ സമയത്ത് 11,000-ലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 24,000-ലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്, അല്ലേ? ന്യൂസ് വന്ന് 2 വർഷത്തോളം സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ എന്താ പറയുക, നിഫ്റ്റീൻ്റെ പ്രൈസ് ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നു താഴേക്കും മേലേക്കും വന്നു, കൺസോളിഡേറ്റ് ആയി, പിന്നെ അത് മുകളിലേക്ക് പോയി. ഇപ്പോൾ നിഫ്റ്റി ഡബിളായി, അല്ലേ? 24,000 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് വന്നു, ഇങ്ങനൊരു സംഭവം ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ തന്നെ നമ്മുടെ അടുത്ത് വേറെ വഴിയൊന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതല്ലാതെ ഗോൾഡിലും പോയി കഴിഞ്ഞാൽ അവിടെയും നഷ്ടമാണ്. റിയൽ എസ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ്, കാരണം ഇൻഡെക്സേഷൻ്റെ പ്രശ്നം വന്നു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തതിനേക്കാളും കൂടുതൽ ടാക്സ് ഇപ്പോൾ പേ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ ഉണ്ട്, അല്ലേ? ഈ ഒരു ന്യൂസ് വന്നു, യെസ്, ഇങ്ങനത്തെ ന്യൂസ് വന്നു, ഇങ്ങനൊരു സംഭവം പ്രാവർത്തികമായി കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും മാർക്കറ്റിൽ സംഭവിക്കാനില്ല. കൂടി പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇതേപോലെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് പോകും. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഒരു 8-10% ഒരു പിന്നെ താഴേക്ക് വരവും അതിൻ്റെ കൂടെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബേസ്ഡ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസ്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്, അല്ലേ? അപ്പം ഇനി നമുക്ക് നോക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ്, എന്താണ് നമുക്കിനി ചെയ്യാനുള്ളത്? ഇപ്പോൾ ഇതുവരെയുള്ള ന്യൂസ് നമ്മൾ കണ്ടു, യെസ്, ന്യൂസ് വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇപ്പം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻഫ്ലോ 40% കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കൂടിയിരിക്കുന്നത്. ഇതൊരു ഫാക്റ്റാണ്, ന്യൂസ് അല്ല, ഇതൊരു ഫാക്റ്റാണ് ബേസിക്കലി, അല്ലേ? ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഡാറ്റ ഞാൻ കൂടുതൽ പരിശോധിച്ചപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ന്യൂ SIP രജിസ്റ്റേർഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഡ്യൂറിങ് 23-24 ഇവിടെ കാണാം നിങ്ങൾക്ക് ഡാറ്റ. അപ്പോൾ ഇതിൽ 2 ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ വാല്യൂ കൊടുത്തേക്കുന്ന ക്രോർസിലാണ്. 2016-17 കാലഘട്ടങ്ങളിൽ 43,921 കോടി രൂപയായിരുന്നു ടോട്ടൽ SIP എങ്കിൽ 2023-24 ആയപ്പോഴത്തേനും അത് 1,99,279 കോടി രൂപ ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ടത് മാറിയിട്ടുണ്ട്. കാരണം അത്രയും ഇൻഫ്ലോ അവിടെ കൂടി. ഓക്കെ, അതിൻ്റെ തന്നെ നിങ്ങൾ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനാക്റ്റീവും ആക്റ്റീവും അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 22 അത് 527 ലാക്ക് അക്കൗണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ അത് 898 ലക്ഷം അക്കൗണ്ടുകളായിട്ട് ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു ന്യൂസ് മാത്രമല്ല, ഇതൊരു ഫാക്റ്റാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇതൊരു 2 കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും ഇൻഫ്ലോ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടിയിട്ടുണ്ട്. രണ്ടാമത്തെ റീസൺ എന്താണ്? ബാങ്ക് ഡെപ്പോസിറ്റ് ലോസിംഗ് ഷീൻ. വൈ മോർ സേവേഴ്സ് ആർ മൂവിങ് ടു ഹയർ ഈൽഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് കുറയുന്നു. ഡെപ്പോസിറ്റ് എങ്ങനെ കുറയുന്നു? ബിക്കോസ് ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എക്സ്പോഷർ കൂടുതലാണ് ഇപ്പോൾ, അല്ലേ? യൂട്യൂബ് കാര്യങ്ങൾ, ന്യൂസ് എല്ലാം കൂടെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു. F&Oയിൽ എക്സ്പോഷർ കിട്ടുന്നു. അവിടെ പൈസ ജനറേറ്റ് ചെയ്യാം. F&Oയിൽ അല്ല കേട്ടോ, ഇക്വിറ്റിയിൽ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? ഈ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ ആൾക്കാരിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ റൈസ് ഓഫ് ടെക്നോളജി ആൻഡ് ഫെമിലാരിറ്റി വിത്ത് ദ സ്റ്റോക്ക് മാർക്കറ്റ് എമംഗ് റൂറൽ സേവേഴ്സ് ഇൻറ്റൻസിറ്റി ദ സ്ട്രഗിൾ ഫോർ ഡെപ്പോസിറ്റ്. കൂടുതൽ ആൾക്കാരും മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ് പൈസ നിക്ഷേപിക്കുന്നത് ഇപ്പോഴത്തെ ലെവലിൽ. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോൾ ഈ ബജറ്റിന് മുമ്പുള്ള കാര്യം തന്നെ പിടിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം, രണ്ടാമത്തെ ഫാക്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ കാസ റേഷ്യോ നോക്കുമ്പോൾ ബാങ്ക്സിൻ്റെ കാസ റേഷ്യോ 45.3 SBI ഉണ്ടായിരുന്നത് 41.2 ആയി കുറഞ്ഞിട്ടുണ്ട്. HDFCയിൽ 48.2 ആയിരുന്നു, 38 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ICICIയിൽ 45, 39, ബാങ്ക് ഓഫ് ബറോഡയിൽ 41, 40, ആക്സിസിൽ 45, 42, പഞ്ചാബ് നാഷണലിൽ 47, 42. കാസ റേഷ്യോ കുറഞ്ഞു. എന്താണ് ഇതിൻ്റെ കുറവിൻ്റെ കാരണം? എന്താണ്? ബിക്കോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ FDൻ്റെ ഇൻഫ്ലോ കുറയുന്നു. ബേസിക്കലി ബാങ്കിൻ്റെ ബിസിനസ് എന്താണ്? പൈസ വാങ്ങുക, പിന്നെ അതേ പൈസ റൊട്ടേഷൻ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പലിശയ്ക്ക് കൊടുക്കുക, ആ പലിശയിൽ നിന്ന് ഏൺ ചെയ്യുക, അല്ലെ? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക. ഇതാണ് ബാങ്കിൻ്റെ ബിസിനസ്. അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും സേവിങ്സ് അക്കൗണ്ടിലും പൈസ വയ്ക്കുന്നില്ല. അപ്പോൾ എന്താവും? പിന്നെ കൂടുതൽ പൈസ മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുമാണ് റൊട്ടേറ്റ് ആവുന്നത് ഇപ്പോൾ പൈസ ആൾക്കാരുടെ, റൈറ്റ്? അങ്ങനെ വരുമ്പോൾ ബാങ്കിൻ്റെ ഇൻഫ്ലോ കുറഞ്ഞു. അതേ രീതിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ലോണുകൾ കൂടുതൽ എടുക്കുന്നുണ്ട് ആൾക്കാർ. ലോൺ കൂടുതൽ എടുത്തിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പൈസ പോകുന്നു, വീട് വെക്കാനുള്ള ലോൺ വാങ്ങുന്നു, വണ്ടി വാങ്ങാൻ ലോൺ വാങ്ങുന്നു. അപ്പോൾ ലോൺ പോകുന്നതിൻ്റെ അളവിൽ യാതൊരു കുറവുമില്ല. പിന്നെ ഇൻഫ്ലോ വളരെ കുറയും ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോൾ ബാങ്ക്സിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നത് കുറച്ച് ഇപ്പോൾ ലാസ്റ്റ് ബജറ്റ് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഇപ്പോഴത് മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്ന ഒരു സിനാരിയോ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പം ഈ രീതിയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കൺസേൺ ആയിട്ട് മാറും, ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുമെന്നും നമ്മുടെ RBI ഗവർണറായിട്ടുള്ള ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഹയർ ബോറോയിങ് ആൻഡ് സ്ലഗിഷ് ബാങ്ക് ഡെപ്പോസിറ്റ് മേക്കിംഗ് ഫോർ ദ വേഴ്സ്റ്റ് ഡെപ്പോസിറ്റ് ക്രഞ്ച് ഇൻ 2 decades. അപ്പോൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് വളരെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ് റീസൺ. അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? കാരണം ബാങ്ക് ഈസ് വെരി സ്ട്രോങ് അല്ലേ. ബാങ്കിന് എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിനെ സമീപിക്കാം, RBIനെ സമീപിക്കാം, ദാറ്റ് വി ആർ ഫേസിങ് ദിസ് ഇഷ്യൂ അല്ലേ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരതിനുള്ള സൊല്യൂഷൻ കാണും. കാരണം ബാങ്ക്സ് ദേ ആർ വെരി സ്ട്രോങ് പീപ്പിൾ ആൻഡ് ദേ ക്യാൻ ഡു എനിത്തിങ് അല്ലേ. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബജറ്റ് വന്നു, ബജറ്റിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും കൂടുതൽ ടാക്സുകൾ കൂട്ടി ഗവൺമെൻറ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്, നമ്മുടെ ടാക്സ് കൂട്ടി കഴിഞ്ഞു ഗവൺമെൻറ്. അപ്പം അതൊരു വലിയ പ്രോബ്ലം ഉണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സൊല്യൂഷൻ എന്താണ് ഇനിയിപ്പം? സൊല്യൂഷനാണ് നമ്മൾ ഇനി നല്ല കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഗെയിൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇനിയിപ്പോൾ, അതല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബാങ്കിങ് സെക്ടറിനെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് ഇനിയിപ്പോൾ ഇൻഫ്ലോ കൂടാൻ തുടങ്ങുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്യും? കൂടുതൽ പൈസ ബാങ്കിലേക്ക് വരാൻ തുടങ്ങും അല്ലേ. എഫ് ഡി വരും, എല്ലാം വരും. അപ്പം ബാങ്കിലേക്കുള്ള ഇൻഫ്ലോ കൂടുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്ക് മോസ്റ്റ് ലൈക്ലി ബാങ്കിന് കടം കൊടുക്കാം അല്ലേ, ലെൻഡ് ചെയ്യാം, മണീനെ ലെൻഡ് ചെയ്യാം. അപ്പോൾ ആർക്ക് കൊടുക്കാം? ഇപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് സർക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഈ ബജറ്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലേക്കൊക്കെ ബാങ്കിന് പൈസ കൊടുക്കാം. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന കമ്പനികളാണ്, നമ്മുടെ കമ്പനികൾ എന്ന് പറയാൻ പറ്റില്ല, സെക്ടറാണ് ഹൗസിംഗ് ഫിനാൻസ് അല്ലേ. കാരണം സർക്കാരിന് തന്നെ യോജനയുണ്ട്, ഹൗസിംഗ് ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ ബൂമിങ് വരാൻ പോകും. ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു സെക്ടറിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, റൂറൽ ഏരിയ ഡെവലപ്പ് ആവും. ഈ രീതിയിലാണ് സർക്കാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പൈസ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മേജർ ബാങ്കുകൾക്ക് ഇവർക്ക് പൈസ കടം കൊടുക്കാം. അപ്പം അവിടെ ഒരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ അവിടെ ഒരു പോസിബിലിറ്റി എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഞാൻ ഡിഫൻസ്, റെയിൽവേ പോലത്തെ കമ്പനികളിൽ നിന്ന് ഞാൻ ഈ മാറി നിൽക്കും. അതിനുള്ള റീസൺ എന്താണ്? കാരണം എന്താണ് അതിൻ്റെ? ബിക്കോസ് ഓൾറെഡി സർക്കാർ അതിനുവേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിനിസ്ട്രി വൈസ് എക്സ്പെൻഡിച്ചർ ഇൻ 2024-25 ഇൻ ക്രോർ അല്ലേ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓൾറെഡി ബജറ്റിൽ ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എത്ര ശതമാനത്തിന് മാറ്റമേ ഉള്ളൂ? ഇവിടെ 6 ലക്ഷം കോടി രൂപേൻ്റെ ഫിഗറാണ് ആക്ച്വൽസിൽ വന്നേക്കുന്നത്. അത് 6,21,000 ആയിരുന്നു. അപ്പോൾ ഏകദേശം 2% മാറ്റമേ ഉള്ളൂ. വിച്ച് മീൻസ് ഗവൺമെൻറ് ഓൾറെഡി ഈ ഭാഗങ്ങൾ ഓൾറെഡി ഹെവിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി അവിടെ സ്പെൻഡ് ചെയ്യാൻ കൂടുതലൊന്നും ബാക്കിയില്ല. ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഇട്ടേക്കുന്ന ബജറ്റിൽ ഇവരിപ്പോൾ ഇൻ കേസ് അവർ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്താവും? ബജറ്റിൽ ഇപ്പോൾ ഇത്രയും പൈസ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല, റെയിൽവേസിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, റോക്കറ്റ് പോലെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ താഴേക്ക് വരും, RVNL പോലത്തെ കമ്പനികളൊക്കെ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണിത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടമാണിത് കേട്ടോ. ഞാൻ അതിനുവേണ്ടി പറയുന്നതല്ല. ഞാൻ ഈ ഒരു സെക്ടറിൽ നിന്ന് മാറി നിൽക്കും. കാരണം മിനിസ്ട്രി വൈസിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ ഓൾറെഡി സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ അവിടെ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെയും അവിടേക്ക് ഒരുപാട് പൈസ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ ആം അവേ ഫ്രം നമ്മുടെ ഡിഫൻസ് ആൻഡ് നമ്മുടെ റെയിൽവേ പോലത്തെ കമ്പനികൾ. PSU കമ്പനികൾ ഈ സർക്കാരേ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ സർക്കാർ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഡൗട്ടാണ്. കാരണം ഒരു വലിയ ഒരു ജനതയെ തന്നെയാണ് നിങ്ങളിപ്പോൾ നോവിച്ചു വിട്ടേക്കുന്നത്. കാരണം വർക്കിംഗ് ക്ലാസ് വെരി പവർഫുള്ളാണ്. അവർക്ക് നിങ്ങൾക്ക് സമ്മാനം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചടിക്കും. കാരണം ഇത് പഠിച്ചിട്ടുള്ള അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും, ഈ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവരെ നോക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സർക്കാർ അടുത്ത വട്ടം വന്നില്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനീസിൻ്റെ കാര്യം എന്താവും? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PSU മാറി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതിന് തുടർച്ചയായിട്ട് വരും. അപ്പം ഞാൻ ബെരിഷ് ആയിട്ടുള്ള കമ്പനി സെക്ടറാണ് റെയിൽവേ, PSU, ഡിഫൻസ് എല്ലാം. അതേപോലെ തന്നെ ഞാൻ ബുള്ളിഷ് ആയിരിക്കുന്നത് എവിടെയാണ്? ബാങ്കിങ് ആണ്, IT, ഏവിയേഷൻ, ആഗ്രോ സെക്ടേഴ്സ്, FMCG, മാനുഫാക്ചറിങ് കമ്പനീസ്. ഈ കമ്പനീസിലെല്ലാം ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഞാൻ ബുള്ളിഷാണ് കറൻ്റ്ലി, റൈറ്റ്. അതിൽ ബാങ്കിങ്ങിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. IT തീർച്ചയായിട്ടും ITൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് 2 ടൈപ്പിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, രണ്ടാമത്തെ എന്താണ്? ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലങ്ങൾ, അതേപോലെ തന്നെ ബാക്കി ടെലികമ്മ്യൂണിക്കേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, അതെല്ലാം ഫിസിക്കലിൽ വരുന്ന ഈ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ അതിലിപ്പോൾ ഡിജിറ്റൽ നോക്കിക്കഴിഞ്ഞാലോ, ഇൻ്റർനെറ്റ് ബാക്ക് ബോൺ, ഡാറ്റാ സെൻറ്റേഴ്സ്, ക്ലൗഡ് സർവീസ്,
ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്, വയർലെസ് നെറ്റ്വർക്ക് തുടങ്ങി സ്മാർട്ട് സിറ്റി ടെക്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം, ഗവൺമെൻറ് സർവീസ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഒരു സംഗതിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ IT കമ്പനീസ്, സർക്കാർ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ IT കമ്പനീസിന് ഇവിടുന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഇൻ ലോങ് ടേം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെയുള്ള വലിയ വലിയ IT കമ്പനീസൊക്കെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അത് ഇനി ഇവിടുന്ന് ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, കുറവല്ല, റൈറ്റ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. രണ്ടാമത്തെ കാരണം എന്താണ്? ആസ് ഓഫ് ജൂലൈ 2024 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ US ഫെഡ് റേറ്റ് 5.25 to 5.5 ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്, വിച്ച് ഈസ് വെരി ഹയർ സൈഡ് അല്ലേ. അപ്പം ആ ഫെഡ് റേറ്റിൽ ഈ ഒരു പെർസെൻറ്റേജ് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് റീസൺ എന്താണ്? കുറയാനുള്ള റീസൺ എന്താണ്? എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ if the US economy shows sign of slowing down, the Federal Reserve might reduce interest rate to stimulate economic activity. അതൊരു റീസണാണ്. എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫെഡ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് മൈറ്റ് ബോറോയിങ് ചീപ്പർ ഫോർ ബിസിനസ് ആൻഡ് കൺസ്യൂമേഴ്സ്. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ വരും അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ബോറോയിങ് കൂടുതൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് കമ്പനികൾ അല്ലേ. കമ്പനികൾക്ക് വളരെ ചെറിയ റേറ്റിൽ ലോൺ കിട്ടും ഗവൺമെൻറ്റിൽ നിന്ന്. അത് വാങ്ങാൻ കമ്പനികൾ ഉണ്ടാവും. ഹിസ്റ്റോറിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫോർച്യൂൺ 500 ആയിട്ടുള്ള വലിയ വലിയ കമ്പനികൾ സർക്കാരിൽ നിന്നും US സർക്കാരിൽ നിന്നും ലോൺ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ബോറോയിങ് കൂടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അവിടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. കാരണം കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ബോറോയിങ് എടുക്കാൻ പറ്റുന്നൊരു അവസരമാണ് ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോൺട്രാക്ട് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന ആർക്കാണ്? നമ്മുടെ ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കാണ്. ഇന്ത്യയിൽ ബേസ് ചെയ്തിരിക്കുന്ന വലിയ ഇൻഫോസിസ്, TCS പോലത്തെ വലിയ വലിയ കമ്പനികൾക്കും അതിൻ്റെ കൂടെ തന്നെ US ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്കും അതിന് ഗുണമുണ്ടാവും. So that is the reason why I choose IT. That is the reason why I am bullish in IT basically. Okay, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ITൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഏവിയേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ആഗ്രോ ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. FMCG കമ്പനീസിനെ കുറിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാനുഫാക്ചറിങ് കമ്പനീസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ബിസിനസ് വൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സെക്ടറുകളിൽ നിന്ന് ഞാനിപ്പോൾ കറൻ്റ്ലി ചൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനികളെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദിസ് ഇസ് നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം നോട്ട് എ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്. ഓക്കെ, ഇതെല്ലാം എൻ്റെ ഒബ്സർവേഷൻ മാത്രമാണ്. ഈ ഒബ്സർവേഷൻ ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഏതൊക്കെ സ്റ്റോക്കാണ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്, ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യാൻ പറ്റിയേക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെൻ്റെ മാസ്റ്ററിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കോഴ്സാണ്. 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ വേണമെങ്കിൽ ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ടോപ്പ് ആയിട്ടുള്ള റേറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് വാച്ച് ദ റിവ്യൂ വീഡിയോസ് ഓഫ് ദ അതർ സ്റ്റുഡൻസ് ആൻഡ് യു ക്യാൻ ടേക്ക് ദ ഡിസിഷൻസ്, റൈറ്റ്. പിന്നെ ഇതിന് ഇപ്പോൾ ഒരു 20% ഡിസ്കൗണ്ടും ഇപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കമ്പനി ഏതാണ്? TCS ആണ്. TCSനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് TCSനെ ചൂസ് ചെയ്തത്? ബിക്കോസ് ഓഫ് ദ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3-3.5 വർഷങ്ങളോളം ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 3.5 വർഷത്തോളം കൺസോളിഡേറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക് പ്രൈസ് ഒരേ ലെവലിൽ തന്നെയാണുള്ളത്. അതുകൂടാതെ അവിടെ ഒരു ടെക്നിക്കൽ പാറ്റേൺ കൂടെ അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ടാർഗറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ 5000ൻ്റെ മുകളിലുള്ള റേഞ്ചാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. 5005 എന്നുള്ള റേഞ്ചാണ് എനിക്കവിടെ കിട്ടുന്നത്. ഓക്കെ, ഏകദേശം 26% ഒരു ഗെയിൻ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇതിനേക്കാളും കൂടുതൽ ഈ കമ്പനി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ഇനി ഉണ്ടാവാൻ പോവുകയാണ്. അപ്പം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ കാനിലൊക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ അത് മുകളിലേക്ക് പോകുന്നുണ്ട്. TCSൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കമ്പനി തന്നെയാണ്. ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 14,000 തുടങ്ങി ഇപ്പോൾ 47,000 എന്നുള്ള ഹയസ്റ്റ് എവർ ലെവലിലേക്ക് അവരുടെ നെറ്റ് പ്രോഫിറ്റിന് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ഗുഡ് ഇൻ ദിസ് കമ്പനി. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗുഡ്. 71% ആണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കമ്പനി ഐ എം ടോക്കിംഗ് അബൌട്ട്. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി നോക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കമ്പനി ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻഫോസിസ് തന്നെയാണ്. അപ്പോൾ ഇൻഫോസിസിൻ്റെ കേസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു സിനാരിയോ ആണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഏകദേശം 1200 ദിവസങ്ങളായിട്ട്, ഏകദേശം 3-3.5 വർഷങ്ങളായിട്ട് ഒരേ ലെവലിൽ ഇത് കൺസോളിഡേറ്റ് ചെയ്യുന്നു. എത്രയും വന്നിട്ടില്ല, 1081 ദിവസങ്ങളായിട്ട് ഒരേ ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഉള്ളത്. ഇനി ഇത് ഇവിടുന്ന് മുകളിലേക്ക് തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിൻ്റെ ഫോർമേഷൻ ഉണ്ടായി. അതിന് ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഒരു ബ്രേക്കൗട്ടൊന്നും ആയിട്ടില്ല.
ഇതൊരു കപ്പ് മാത്രമേ ഫോം ആയിട്ടുള്ളൂ ഇതുവരെ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഹാൻഡിലും കൂടെ ഫോം ആയി കഴിഞ്ഞാൽ അത് അവിടുന്ന് ബ്രേക്കൗട്ട് നിന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ ടാർഗറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു 37% ടാർഗറ്റ് എനിക്ക് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് തൽക്കാലത്തേക്ക്. ദെൻ നമ്മുടെ മൂന്നാമത്തെ കമ്പനി, ഇപ്പോൾ ഇൻഫോസിസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. കാരണം ഒരുപാട് സമയം നമ്മളതിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സമയം എടുക്കും. കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. ദെൻ അടുത്ത കമ്പനി നോക്കിക്കഴിഞ്ഞാൽ LTI Mindtree അല്ലേ. LTI Mindtree നമ്മൾ റീസെൻ്റായിട്ട് പഠിച്ച സ്ട്രാറ്റജിയാണിത്. ഇന്ന് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഫ്രീ വീഡിയോ കിടപ്പുണ്ട്, ചാനലിലും ഉണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോളൂ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പം അതിൽ നിന്ന് ബ്രേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇത് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒന്നാമത്തെ കണക്റ്റിംഗ് പോയിൻറ്റ്, രണ്ടാമത്തെ കണക്റ്റിംഗ് പോയിൻറ്റ്, മൂന്നാമത്തത് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അത് കഴിഞ്ഞത് ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഇവിടുന്ന് അടുത്ത ഒരു 80% ഗെയിൻ ഇവിടുന്ന് എനിക്ക് കിട്ടാനുള്ള സാധ്യത ഈ കമ്പനിയിലുണ്ട്. ഇപ്പോൾ 9933 എന്ന ലെവലാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് കമ്പനി. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബിസിനസ് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിലൂടെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നാലാമത്തെ കമ്പനി എന്ന് പറയുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് അല്ലേ. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇതും പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ താഴത്തെ ലെവലാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് കറൻറ്റ് ലെവലിൽ നിന്ന് ഒരു 93% ഇതിൻ്റെ ടോപ്പ് ലെവലിൽ പോയി കഴിഞ്ഞാൽ 93% ഗെയിൻ ഉണ്ടാവാൻ സാധ്യത എനിക്കിവിടെ കാണുന്നുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും കൂടെ നോക്കാം. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ 221 കോടി രൂപ, 301, 378, 417 ഹയസ്റ്റ് അവർ സെയിൽസും, അതേപോലെ തന്നെ 36 കോടി രൂപ, 52 കോടി രൂപ, 58 കോടി രൂപ, 72 കോടി രൂപ ഹയസ്റ്റ് അവർ റവന്യൂവും നെറ്റ് പ്രോഫിറ്റും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 14 കോടി രൂപയിൽ തുടങ്ങി അത് 248 കോടി രൂപ എന്ന ഹയസ്റ്റ് അവർ നമ്പറിലേക്ക് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ TCS അതേപോലെ തന്നെ ഇൻഫോസിസ് ഒക്കെ ആണെങ്കിൽ വലിയ കമ്പനികളാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ഇതൊരു ചെറിയ കമ്പനിയാണ്, 12,000 കോടി രൂപയുടെ ഒരു കമ്പനിയാണെങ്കിലും ഇവരുടെ ബിസിനസ് ഒരു മേഖല നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ജിയോഗ്രഫിക്കൽ സ്പ്ലിറ്റ് നോക്കിക്കഴിഞ്ഞാൽ USA 70%, ഇന്ത്യ 15%, അതേഴ്സ് 15%. അപ്പോൾ US നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഇവർക്ക് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി പ്ലസ് പോയിൻറ്റ് ഫോർ ദിസ് കമ്പനി. അപ്പോൾ IT സെക്ടറിൽ നിന്ന് ഞാൻ അത്രയും കമ്പനി ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവാസ് ഫിനാൻസിയേഴ്സ് അല്ലേ, ഫിനാൻസിങ് കമ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ആവാസ് ഫിനാൻസിയേഴ്സിൽ ഐ എം വെരി ബുള്ളിഷ് ഓൺ ദിസ് കമ്പനി. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഇതിന് ടാർഗറ്റും എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തിരിച്ചൊന്നുകൂടെ പറഞ്ഞു തരാം. ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 33% ആണ്. അതേപോലെ തന്നെ കറൻറ്റ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 48% ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇത് അതിൻ്റെ ലൈഫ് ടൈം ഹൈ വരെ പോയി കഴിഞ്ഞാൽ 68% ഒരു ഗെയിൻ ഇവിടെ കിട്ടാനുള്ള സാധ്യതയും ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ അടുത്തൊരു കമ്പനിയാണ് അതേ സെക്ടറിൽ നിന്നും സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ സൂര്യോദയ സ്മോൾ ഫിനാൻസിലും ഞാൻ ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതിന് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, 311 രൂപ എന്ന ടാർഗറ്റാണ്. ഏകദേശം കറൻറ്റ് പ്രൈസിൽ നിന്നും 74% ഇത് മുമ്പോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഇൻവെസ്റ്റഡ് ആണ്. ഞാൻ തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കും അൺടിൽ ദ ടാർഗറ്റ് അച്ചീവ്സ്. ഓക്കെ, പിന്നെ അടുത്തൊരു കമ്പനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത് അതിനെക്കുറിച്ചിട്ട്. പിന്നെ RBL ബാങ്കിനെ കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അതിലും ഞാൻ ബുള്ളിഷാണ്. തീർച്ചയായിട്ടും അത് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഇതിനെ ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. അതിൻ്റെ ലൈഫ് ടൈം ഹൈ വരെ ഇതിനെ ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പം ടാർഗറ്റ് ഞാൻ റിവൈസ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ഇതിപ്പോൾ എൻ്റെ ഇനീഷ്യൽ ടാർഗറ്റുകളാണ്, ഷോർട്ട് ടേം ടാർഗറ്റുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് ലെവലിൽ നിന്ന് ഇതിന് ഹയസ്റ്റ് അവർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ 213 എന്ന നമ്പർ എനിക്ക് 213% എന്ന നമ്പർ കിട്ടുന്നുണ്ട്. അവിടം വരെ പോയില്ലെങ്കിലും ഇതിൻ്റെ ലേറ്റസ്റ്റ് ഹൈ ആയിട്ട് പോയി കഴിഞ്ഞാൽ 183% എന്ന രീതിയിൽ എനിക്കിവിടെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു കമ്പനി ഏതാണ്, ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ഫുള്ളി ബുള്ളിഷാണ്, സൂപ്പർ ബുള്ളിഷാണെന്ന് പറയാം. അപ്പം അതിൻ്റെ ടാർഗറ്റ് ഇതിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, ഞാനിത് ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 637 രൂപ എന്ന ടാർഗറ്റാണ്. ഇപ്പോൾ കറൻറ്റ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 255% ഇത് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഷോർട്ട് ടേം ടാർഗറ്റ് എന്താണ്, 132%, 425 എന്ന ലെവലാണ് എൻ്റെ ടാർഗറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദീസ് ടാർഗറ്റ്സ് എന്ന് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ടാർഗറ്റാണ്. നിങ്ങൾക്കുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒരിക്കലും അല്ല. നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്ത് നോക്കുക, വീഡിയോ കാണുക, വീഡിയോ കൊണ്ട് കൺവിൻസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ
അടുത്ത കമ്പനി ഏതാണ്? SW സോളാർ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരാം. SW സോളാറിൽ ഞാൻ ഇതൊരു നല്ല കമ്പനിയാണ് എനിക്ക് തോന്നുന്നു. ആസ് പെർ കറണ്ട് സിനാരിയോ ഇതൊരു നല്ല കമ്പനിയാണ്. പക്ഷേ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതിന് റീസൺസ് ഉണ്ട്. ആ റീസൺ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. മീൻ വൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, SW സോളാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, കമ്പനി നല്ലതാണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ SW സോളാറിൻ്റെ എൻ്റെ ലെവൽ എന്ന് പറയുന്നത് 89% എന്ന ലെവലാണ്. അപ്പോൾ 1215 എന്ന ലെവലിലേക്ക് എനിക്ക് ഇവിടുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു കമ്പനി ഏതാണ്? അദാനി ഗ്രീൻസ്. അദാനി ഗ്രീൻസിലും അതേ ഒരു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. അദാനി ഗ്രീൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പം ഇതൊരു ഹൈ വാല്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അദാനി ഗ്രീൻസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീൻസ് അല്ലേ, സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 977, 1635, 2162, 2835 ഹയസ്റ്റ് എവർ സെയിൽസും, അതേപോലെ തന്നെ 219 കോടി രൂപ പ്രോഫിറ്റ്, 214, അതേപോലെ തന്നെ 323, 629 ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റും കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ കമ്പനിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബുള്ളിഷാണ് ഈ കമ്പനിയിൽ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വാല്യൂഷനിൽ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്പനിയും കൂടി ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു കമ്പനിയാണ് ഏവിയേഷൻ സെക്ടറിൽ നിന്ന് വരുന്ന സ്പൈസ് ജെറ്റ്. ഓക്കെ. സ്പൈസ് ജെറ്റിലും ഞാൻ ബുള്ളിഷാണ്. പക്ഷേ സ്പൈസ് ജെറ്റിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അത്രയും അപ്രോപ്രിയേറ്റഡ് നമ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കൂടി ഇതിൻ്റെ കറൻറ്റ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 75% ഒരു ഹൈക്ക് ഇവിടെ നിന്നുണ്ടാവാൻ സാധ്യത എനിക്ക് കാണുന്നുണ്ട് സ്പൈസ് ജെറ്റിൽ. അതേപോലെ തന്നെ ഇതിൻ്റെ സ്പൈസ് ജെറ്റിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല നമ്പേഴ്സൊന്നും അല്ല. എന്നാൽ കൂടി ഇത് ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യത കുറേ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡാറ്റ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഫൈനാൻഷ്യൽ നമ്പേഴ്സൊക്കെ ഇമ്പ്രൂവ് ആയി വരുമ്പോഴത്തേനും സ്റ്റോക്ക് പ്രൈസൊക്കെ ഒരുപാട് മുകളിലെത്തും. അപ്പം എന്തുകൊണ്ടാണ് ഞാനിതിനകത്ത് ബുള്ളിഷായിട്ടുള്ളത്, ഈവൻ ദോ ഇതൊരു അത്രയും നല്ല നമ്പേഴ്സ് പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അതിന് റീസൺസ് ഉണ്ട്. ആ റീസൺ ഞാൻ ഉള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൈസ് ജെറ്റ് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അവിടെ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. സോ ദീസ് ആർ ദ ഫ്യൂ കമ്പനീസ് വിച്ച് ഐ സെലക്റ്റഡ് ഫോർ ദിസ് ആഫ്റ്റർ ബഡ്ജറ്റ്. അതിലൊരു കമ്പനിയും കൂടി ഉണ്ട്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്. അതിൻ്റെ ചാർട്ട് ഇപ്പോൾ ഇവിടെ വരുന്നില്ല. അപ്പം അതിൽ ഞാൻ ഇൻവെസ്റ്ററാണ് കേട്ടോ. അപ്പം അതൊരു ബോണസായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓർമ്മിക്കുക, ഇത് ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടരുത്. ഞാൻ തന്ന വിവരങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്, ഞാൻ പറഞ്ഞ കമ്പനികളുടെ. അതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. So thank you so much for watching this video. I'll see you with another one soon. Thank you so much. Bye bye.